ഫെമിനിസ്റ്റ് ഫാത്തിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചതിലൂടെ മികച്ച നടിയെ തിരഞ്ഞെടുക്കപ്പെട്ട ഷംല ഹംസ ആഹ്ലാദത്തിൽ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നേട്ടം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സിനിമയിലെ തന്റെ അണിയറ പ്രവർത്തകർക്കും പ്രേക്ഷകർക്കും നന്ദി അറിയിച്ച് ഷംല ഹംസ പ്രതികരിച്ചു. നടൻ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചപ്പോൾ തന്നെ തനിക്കും പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഷംല ഹംസ പറഞ്ഞു. കൂടെ അഭിനയിച്ചവർക്കും സഹപ്രവർത്തകരും വലിയ രീതിയിൽ പിന്തുണച്ചു. കൂടെ അഭിനയിച്ച കുമാർ സുനിൽ ചേട്ടൻ ഒരുപാട് പ്രോത്സാഹനം നൽകി. വളരെ സീനിയർ ആക്ടറായിട്ട് കൂടി വളരെ നല്ല രീതിയിൽ എന്നോടുകൂടി ചർച്ച ചെയ്ത് കഥാപാത്രം ചെയ്യാൻ പറ്റി. അതൊക്കെ അംഗീകാരത്തിന് വലിയൊരു മുതൽക്കൂട്ടായി. അവാർഡ് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പുരസ്കാരം ലഭിക്കുമെന്നുള്ളതിനേക്കാൾ അവസാന റൗണ്ടിൽ എത്തിയെന്നറിഞ്ഞപ്പോൾ തന്നെ ആഹ്ലാദം തോന്നിയിരുന്നു. ഞാൻ നോക്കിയത് ഈ കഥാപാത്രത്തെയാണ്. ഈ കഥാപാത്രത്തിൽ എനിക്ക് അഭിനയിക്കാൻ ഏറെയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് സിനിമ ചെയ്തത്. 1001 നുണകൾ എന്ന സിനിമ കണ്ടിട്ടാണ് ഫെമിനിസ്റ്റ് ഫാത്തിമയിലേക്ക് ഷംല ഹംസയ്ക്ക് ക്ഷണം ലഭിച്ചത്. ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും നന്ദിയുണ്ടെന്നും ഷംല ഹംസ പറഞ്ഞു. ഈ നേട്ടം എന്റെ മാത്രം കഴിവല്ല, എല്ലാവരും നല്ല പിന്തുണ തന്നതുകൊണ്ടാണ് എനിക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. ഇനിയും സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം എന്നാണ് ഷംല ഹംസയുടെ വാക്കുകൾ. തന്റെ പിതാവ് തൃത്താല ഹംസ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തോടുള്ള തന്റെ ഇഷ്ടം അങ്ങനെ വന്നതാകാമെന്നും ഷംല പറയുന്നു. നല്ല അവസരങ്ങൾ ലഭിച്ചാൽ അഭിനയ രംഗത്ത് തുടരുമെന്നും അവർ പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ തൃത്താലയാണ് ഷംലയുടെ വീട്. മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ ശാന്തിനഗറിലാണ് ഭർത്താവായ സ്വാലിഹിന്റെ വീട്. നവാഗതനായ ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഫെമിനിസ്റ്റ് ഫാത്തിമ.